ഹലോ, ഞാൻ ജോഗ്രഫിയിലെ റിവേഴ്സ് ഇൻ കേരളയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം നദികൾ, കേരളത്തിലെ നദികൾ ഇപ്പൊ എനിക്ക് തുടങ്ങും. അപ്പം 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. അപ്പൊ കേരളത്തിലെ നദിയായിട്ട് കണക്കാക്കുന്നത് എങ്ങനെയാ? 15 കിലോമീറ്റർ കൂടുതലോ നീളമുള്ള ജലപ്രവാഹത്തെയാണ് നദിയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. ആ അപ്പം കേരളത്തിൽ നദികളുടെ എണ്ണം, കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തില് 44 നദികളുണ്ട്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറയുമ്പോൾ 41. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറയുമ്പോൾ 3 എണ്ണം. ആ 3 എണ്ണം ഏതൊക്കെയാണ്? കബാ കബനിയുണ്ട്, കബനിയുണ്ട്, ഭവാനിയുണ്ട്, പിന്നെ ആരാ? പാമ്പാറുണ്ട്. ഇതില് കബനി ഒഴുകുന്നത് എങ്ങോട്ടെ? കബനി ഒഴുകുന്നത് കർണാടകയിലോട്ടും ഭവാനിയും പാമ്പാറും ഒഴുകുന്നത് എങ്ങോട്ടാ? അത് രണ്ടും ഒഴുകുന്നതെന്ന് പറയുമ്പം തമിഴ്നാട്ടിലോട്ടാ. പിന്നെ കേരളത്തെ നദികളുടെ പ്രധാന ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഏതാ? വെസ്റ്റേൺ ഗാട്സ്, അതായത് പശ്ചിമഘട്ടമാണ് കേരളത്തിലെ നദികളുടെ ഒറിജിൻ, അതായത് ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സ്. ഇനി 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള എത്ര നദികളുണ്ട് കേരളത്തില്? 11 നദികളാണ് ഉള്ളത്. പിന്നെ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി, അപ്പൊ വടക്ക് എന്ന് പറയുമ്പോഴത്തേന് കാസർഗോഡ്, തെക്ക് എന്ന് പറയുമ്പോഴത്തേന് തിരുവനന്തപുരം. അപ്പം കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. ഇനി തെക്കേ അറ്റത്തെ നദി എന്ന് പറയുമ്പം ഏതാ? നെയ്യാറാണ്. ഓക്കെ. ഓക്കെ. അപ്പം കേരളത്തിൽ 44 നദികളുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41, അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 എണ്ണം. ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാറ്. പിന്നെ അതിന്റെ നദികളുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം. പിന്നെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11 എണ്ണമുണ്ട്. പിന്നെ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് ഏതാ? നെയ്യാറാണ്. ഓക്കെ. കേരളത്തിലെ പ്രധാന നദികൾ ഇതാണ്. ഇത്രയാണ് കേരളത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. ഏത്? പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലയാറ്, ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ചൻകോവിലാറ്, കല്ലട, മൂവാറ്റുപുഴ, വളപട്ടണം, ചന്ദ്രഗിരിപ്പുഴ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? പെരിയാറാണ് നമ്മുടെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാ? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, അതായത് അതായത് കടലിൽ പതിക്കുന്നതായിട്ടുള്ള കേരളത്തിലെ ചെറിയ നദി ഏതാ? മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം, മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ. അപ്പൊ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും, അതായത് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരമാണ്. അതിന്റെ നീളം എന്ന് പറയുന്നത് എത്ര? 16 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് അല്ല, സോറി കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ, അതായത് കേരളത്തിലെ ഏറ്റവും ഉം അതായത് കടലിൽ പതിക്കുന്നത്, കടലിൽ പതിച്ചേ ക- ആം, ഉം, കടലിൽ പതിക്കുന്നതായിട്ടുള്ള കേരളത്തിലെ ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? രാമപുരം. മഞ്ചേശ്വരം അല്ല. രാമപുരം.
റിവർ. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? രാമപുരമാണ്. എത്ര കിലോമീറ്റർ ഉള്ളത്? 19 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ കടലിൽ പതിക്കുന്നതായിട്ടുള്ള ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? രാമപുരമാണ്. പിന്നെ പിന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? അയിരൂർ പുഴയാണ്. അയിരൂർ പുഴ. അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? 17 കിലോമീറ്റർ നീളമുണ്ട്. ഓക്കെ. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, അതായത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏത് തന്നെ? ഈ അയിരൂർ പുഴ തന്നെയാണ് എന്ത്? ദക്ഷിണ കേരളത്തിലെയും ചെറിയ നദി. അപ്പൊ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ചെറിയ നദി എന്ന് പറയുന്നത് ഇരൂർ പുഴയാണ്. ഇരൂർ പുഴയാണ്. അതുപോലെ സോറി ട്ടോ, ഈ ഇരൂർ പുഴയില്ലേ, അതായത് ഉം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വര. ഉം, മഞ്ചേശ്വരം പുഴയാണ് എന്ത്? ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചെറിയ നദിയാണ് എന്ത്? ഇരൂർ പുഴ എന്ന് പറയുന്നത്. ഇരൂർ ഇരൂർ അല്ല, അയിരൂർ പുഴ. അയിരൂർ പുഴ. അയിരൂർ പുഴ. ഓക്കെ. പിന്നെ അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? അയിരൂർ പുഴയാണ്. പുഴ. ഓക്കെ. അപ്പൊ നോക്ക്, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. അതുപോലെ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് രാമപുരമാണ്. കേരളത്തിലെ ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദി എന്ന് പറയുന്നത് അയിരൂർ പുഴയാണ്. അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? അതും അയിരൂർ പുഴയാണ്. ഓക്കെ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാ? പെരിയാറാണ്. പിന്നെ കേരളത്തിലെ ഇത് കടലിൽ പതിക്കുന്നതായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഇത് രാമപുരം. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. കേരളത്തിലെ കേരളത്തിലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ എന്ന് പറയുന്നത് അയിരൂർ പുഴയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി എന്ന് പറയുന്നത് അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. രണ്ടാമത്തെ ചെറിയ നദിയാണ് അയിരൂർ പുഴ എന്ന് പറയുന്നത്. അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നതും അയിരൂർ പുഴയാണ്. ഏറ്റവും വലിയ നദി ഏതാ? പെരിയാറാണ്. അതുപോലെ കടലിൽ പതിക്കുന്നതായിട്ടുള്ള ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? രാമപുരമാണ്. ഓക്കെ. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിൽ ആകെ 3 നദികളെ കിഴക്കോട്ടൊഴുകുന്നുള്ളൂ. ഏത്? കബനി, ഭവാനി, പാമ്പാറ്. അതില് ഏറ്റവും വലിയ നദി, അത് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാ? കബനിയ. ഉം. ഇനി കിഴക്കോട്ടൊഴുകുന്നതിൽ കബനി എങ്ങോട്ടാ പതിക്കുന്നത്? പതിക്കുന്നത് കർണാടകയിലോട്ടാണ് കബനി പതിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാ? പാമ്പാറ്. ഈ പാമ്പാറ് ഒഴുകുന്നത് എങ്ങോട്ടാ? തമിഴ്നാട്ടിലോട്ടാണ് എന്ത്? പാമ്പാറ് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? അപ്പം കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. അത് എങ്ങോട്ടാണ് ഒഴുകുന്നത്? കർണാടകയിലോട്ട്. കിഴക്കോട്ട്